المرسلين وعلى آله وصحبه أجمعين أما بعد. ഓക്കെ, നമ്മൾ റബ്ബിൽ ആലമീൻ അവിടെയൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സർഫ് നിർത്തിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഭാഷാപരമായ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ചില ചർച്ചകളൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യാം. ഓക്കെ, നല്ല ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനം സൂചിപ്പിച്ചല്ലോ, ആലമീൻ എന്ന് പറഞ്ഞത് പല ലോകങ്ങളെ പറ്റിയിട്ടാണ്. പല ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? മനുഷ്യന്മാരുടെ ലോകം, ജന്തുക്കളുടെ ലോകം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ലോകങ്ങളൊക്കെ ഉദ്ദേശിക്കാം. ഈ ആലമിന് എന്ന് പേര് പറഞ്ഞാൽ എന്താ? ഓരോന്നും അലാമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. അലാമത്ത്, ദീനിന്റെ അലാമത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദീനിന്റെ ഒരു അലാമത്തും ഇല്ല, കുറെ കാലം ദർസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു അലാമത്തും അവന്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറയും. എന്താ, ഒരു അടയാളവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. അവിടെ ആലം എന്ന് പറഞ്ഞാല് ഇത് ഓരോന്നിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോ മനുഷ്യന്മാരെ പറ്റി സൂചിപ്പിക്കുന്ന, അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു ആലം, മനുഷ്യലോകം, ജന്തുലോകം, സസ്യലോകം എന്നൊക്കെ പറയുന്ന രീതിയിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പദം ഉപയോഗിച്ചത് എന്നുണ്ട് കിതാബിൽ പറയണ്ടേ. എന്തിനെ സൂചിപ്പിക്കുന്നു? അലാമത്തുന്നല്ല മൂജിതി, ഇത് ഉണ്ടാക്കിയ ആളെ അല്ലെ. ഒരു കാറ് കാണുമ്പോ ഇത് ഫോർഡിന്റെ കാറാണ്, അല്ലെങ്കിൽ ഇത് ടൊയോട്ടന്റെ കാറാണ്, ഇങ്ങനെ കമ്പനി ഉണ്ടെന്നും ഉണ്ടാക്കിയ ഉപയോഗിച്ച ആൾക്കാരെ ഒക്കെ ഒക്കെ നമ്മളെ മനസ്സിലേക്ക് വരുമല്ലോ. അതുപോലെ ഈ പല ലോകങ്ങൾ കാണുന്ന സമയത്ത് എന്ത് മനസ്സിലേക്ക് വരണം? ഇത് ഉണ്ടാക്കിയ പടച്ചവനാണ്, ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത് പടച്ചവനാണ്. അതാണ് റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓ, സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നില്ല ഇനി? ഏ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ആ, അലാമത്ത് എന്ന് പറഞ്ഞ എന്താ? അടയാളം, ദീനിന്റെ അലാമത്ത് എന്നൊക്കെ പറയാലോ. അപ്പോ ചിലർ ദർസ് പഠിച്ച ആൾക്കാരെ പറ്റിയൊക്കെ പറയല്ലോ, ദീനിന്റെ ഒരു അലാമത്തും ഇല്ല, കുറെ കാലം പഠിച്ചിട്ടുള്ള എന്താ കാര്യം, അലാമത്തൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ അടയാളം എന്നാണ് അതിന്റെ അർത്ഥാക്കുന്നത്. അപ്പൊ ഇവിടെ റബ്ബിൽ ആലമീൻ എന്ന് സൂചിപ്പിച്ചത് ലോകങ്ങളുടെ രക്ഷിതാവ്. അപ്പൊ ആലമീൻ, കുറെ ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? സസ്യലോകം, ജന്തുലോകം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ മനുഷ്യവാസമുള്ള വേറൊരു യൂണിവേഴ്സിനെ അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഈ ആലം എന്ന് പറയുന്നത് എന്തിനാ? ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കണ്ട്? ഇതൊക്കെ ഒരു തെളിവുണ്ട്, ഇത് മൂജിദിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട്, ഇതൊക്കെ സൃഷ്ടിച്ചവരുണ്ടാക്കിയ പടച്ചവനിലേക്ക് അറിയിക്കുന്നുണ്ട്. അതിനപ്പോ അതുകൊണ്ടാണ് ആലം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിഹ സൂറത്ത് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ അലാമത്തിനല്ല മോചിതി. പിന്നെ റഹ്മാൻ റഹീം ഉണ്ട്. റഹ്മാൻ റഹീമിന്റെ അർത്ഥ വ്യത്യാസം അറിയോ? നമ്മൾ കുറെ കേൾക്കുന്നതാണ് എല്ലാ കിതാബിലും അല്ലെ? നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. റഹ്മത്ത് ചെയ്യാൻ കാരുണ്യം. അപ്പൊ റഹ്മാനും റഹീമും പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ റഹീം എന്ന പഠിച്ചവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടിനും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. റഹ്മാൻ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, പൊതുവായിട്ടുള്ള ഒരു അർത്ഥം എന്താണ്? റഹ്മത്ത് ചെയ്യുന്ന ആള്, റഹ്മത്തുള്ള ആള്, കരുണയുള്ള ആള്. കരുണ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അറിയാലോ. ഉം ഉം അവ ഇറാദത്തുൽ ഖൈരി അഹ്ലി, സ്വന്തം ആൾക്കാർക്ക് ഹൈർ ഉദ്ദേശിക്കുക.
ഓനും നന്നാവണമെന്ന്, ഓനൊരു വീടുണ്ടാവണമെന്ന്, നല്ല ഹൈറുണ്ടാവണമെന്ന് ഉദ്ദേശിക്കുക. അപ്പൊ അങ്ങനത്തെ റഹ്മത്തുള്ള ആളാണല്ലോ. ആ, അതെ അതെ അതെ. വിശ്വസിച്ചവർക്ക് മാത്രം കരുണ ചെയ്യുന്നവർ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ റഹ്മാൻ, അറബിയിൽ അങ്ങനെയുണ്ട് ചിലപ്പോ. റഹ്മാൻ എന്ന് പറയുമ്പോൾ പദം കൂടുതലുണ്ട്, അപ്പൊ അതിന് അർത്ഥത്തിലും കൂടുതലുണ്ടാവും. റഹീം എന്ന് പറയുമ്പോ പദങ്ങൾ കുറവാണ്. ല്ലേ? അപ്പൊ അതിനനുസരിച്ച് ചില വാക്കുകൾ എന്തിനാ അങ്ങനെ അങ്ങനെ ഒരു അർത്ഥ സാധ്യത അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള മാറ്റത്തിന് ഒരു കാരണം പറയാറുണ്ട്. അപ്പോൾ അതാണ് റഹ്മാൻ റഹീം. അപ്പൊ മൊത്തത്തിൽ ഉദ്ദേശം റഹ്മത്തുള്ള ആൾ, കരുണയുള്ള ആളാണ് പടച്ചോൻ. അപ്പൊ അള്ളാഹുവിന്റെ രണ്ട് പേരുകളെ പറ്റി പറഞ്ഞതാണ്. ആ, അപ്പൊ ഇറാദത്തുൽ ഖൈരി അഹ്ലിഹി, ആ, എന്ത്, ഓക്കെ, ഓക്കെ ആണോ? ഇടക്ക് കേൾക്കുന്നുള്ളൂ, ഇടക്ക് ബ്രേക്ക് ആവുന്നുള്ളൂ. വൈഫൈ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഉണ്ടായാൽ പറയണേ, നമ്മള് റൂം ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ. അപ്പൊ മാലിക് യൗമിദ്ദീൻ, അത് റഹ്മത്ത് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫാത്തിഹ രണ്ട് പകുതിയായിട്ടുണ്ട്. ഒന്ന് പടച്ചവനെ പറ്റിയുള്ള കുറെ വിശേഷണങ്ങളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം പിന്നെ പടച്ചവനോടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭാഷണം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഫാത്തിഹയിൽ നടക്കുന്നത്. അപ്പോ ഒരുപാട് അറിയുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ. മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീനിന്റെ രക്ഷിതാവായ അള്ളാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനെ പറ്റി കുറെ കാര്യങ്ങൾ പറയാണ്. സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനത്തെ റബ്ബാണ്? റബ്ബുൽ ആലമീനാണ്, റഹ്മാനും റഹീമുമാണ്. പിന്നെന്തുവാണ്? മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീന്റെ രക്ഷിതാവ് കൂടിയാണ്. അപ്പൊ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? ഏഹ്? ആ, ജസാഇന്റെ ദിവസം എന്നാണ്. ജസാ, ജസാക്കല്ലാ എന്ന് പറഞ്ഞില്ലേ? ജസാക്കല്ലാ പറഞ്ഞാൽ അള്ളാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു തആല ഖൈറായ പ്രതിഫലം നൽകട്ടെ. ഉം. അപ്പം ജസാ, അപ്പൊ ജസാ ഉണ്ട്. അപ്പൊ ജസാഇന്റെ ദിവസത്തിനാണ് യൗമുദ്ദീൻ എന്ന് പറയാം. അഹു യൗമുൽ ഖിയാമ, അതേതാ ദിവസമാണ്? ഖിയാമത്ത് നാളാണ്. അല്ലേ? ഇവിടെ നമ്മൾ ഒരുപാട് അനീതികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിന് ഇപ്പൊ 100 ആളെ കൊന്ന ആൾക്കും നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരാൾക്കുള്ള ശിക്ഷ ഉണ്ടാവുള്ളൂ. ഈ ഫലസ്തീനിലൊക്കെ ഒരുപാട്, എത്രയോ നിരപരാധികളായ ആൾക്കാരെ, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതുണ്ടാവും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ചിന്തിക്കേണ്ടത്, ആഖിറത്തിലുള്ള അല്ലെങ്കിൽ പടച്ചവന്റെ കോടതിയിലുള്ള വിശ്വാസം കൂടുതലാവുകയാണ് ചെയ്യേണ്ടത്. കാരണം ഓർക്ക് ഏതായാലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നീതി കിട്ടുന്നില്ല. നമ്മളെ ചിന്ത എങ്ങനെ കൂടി ഉണ്ടാവണം. ഓ, ആഖിറത്തിൽ എന്തായാലും അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടാവും. അവരെ ശിക്ഷിച്ച ആൾക്കാർക്ക് പല ജീവിതങ്ങളായിട്ട് എന്ത് ചെയ്യും, അതിനുള്ള ഒരു വട്ടം നശിച്ച ശേഷം പിന്നെയും വീണ്ടും ഉണ്ടാവും, പിന്നെയും വധിക്കപ്പെടുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ആ യഥാർത്ഥത്തിലുള്ള ഒരു ജസ അവിടെ നടപ്പിലാവുക. ഇവിടെയുള്ള നീതി വെറും എന്താ പറയാ, പൂർണ്ണമായിട്ടില്ല. ഇസ്ലാമിന്റെ കൺസെപ്റ്റും അതാണ്. ഇവിടെ ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ കോടതിയിൽ വിധിക്കാം. എന്താണ്, പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ നോക്കിയിട്ടാണ്. അലി റളിയല്ലാഹുവിന്റെ ഒരു കേസ് കാണാൻ പറ്റും. ഏഹ് അവിടെ കേസ് വിധിച്ചത് അന്ത്യന്റെ ഒരു വിഷയമായിരുന്നു. കേസ് വിധിച്ചത് മറ്റേ ആൾക്കാണ്. അപ്പൊ കോടതിയിൽ പ്രത്യക്ഷത്തിലുള്ള നിയമമേ പറ്റുള്ളൂ. ഇവർക്ക് സാക്ഷികളെ ഹാജരാക്കാനും തെളിവ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും? കോടതിക്ക് ബോധ്യം കേസ് വിധിക്കും. അപ്പൊ സത്യം ആരുടെ ഭാഗത്താണെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ വേണ്ടി എന്തില്ല, ഒരു അവസരം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അപ്പൊ ഇവിടെ ജസാ, യഥാർത്ഥത്തിലുള്ള പ്രതിഫലത്തിന്റെ ദിവസമാണ്. അതിന്റെ രക്ഷിതാവാണല്ലോ. ഓക്കെ. وهو يوم القيامة وخص بالذكر لأنه لا مالك ظاهرا فيه لأحد إلا لله. അപ്പൊ ഇതെന്തിനാണ്
പ്രത്യേകിച്ച് പറഞ്ഞത് യൗമുദ്ദീൻ. ഈ മാലിക് യൗമുദ്ദീൻ എന്നുള്ളത് പ്രത്യേകിച്ച് പറയാൻ കാരണം ആ ദിവസം വേറൊരു മാലിക്കും ഇല്ല. അത് പിന്നെ ആർക്കും ഉടമസ്ഥാവകാശം ഇല്ല. ഇപ്പൊ ഇവിടെ കുറെ ലാൻഡ് ഉണ്ടാവും, കുറെ കോടീശ്വരന്മാരും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ എന്തുണ്ടാവില്ല, വേറെ ആൾക്കും ഒന്നിനും ഒരു അവകാശം ഉണ്ടാവില്ല. മഹ്ശറയിലൊക്കെ നിൽക്കുമ്പോ ഇല്ല, ആന എന്താണ്, എല്ലാവരും സ്വന്തം ശരീരത്തെ ഭയപ്പെടും. നഫ്സി നഫ്സി എന്നുള്ളോ ഈ അമ്പിയാക്കൾ വരെ പറയാം. നബിതങ്ങളാണ് ആ നേരത്ത് എല്ലാവർക്കും വേണ്ടി ശഫാത്ത് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും, ആ ഒരു വെപ്രാളത്തിലും ബേജാറിലായിരിക്കും. അപ്പൊ അന്ന് വേറെ ആർക്കും നിൽക്കില്ല, ഒരു ഉടമസ്ഥാവകാശം ഇല്ല. അന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? പടച്ചവനാണ്. ലാ മിൽക ളാഹിറൻ ഫീഹി ലിഅഹദിൻ ഇല്ലാ ലില്ലാഹി തആല. ലിമനിൽ മുൽക്കുൽ യൗം. വേറൊരു ആയത്തിൽ കാണാം ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ഓത്തുണ്ട്. നമ്മളെ ഓത്ത് എന്താണ് ശരിക്ക് ഖുറാനില്? നമ്മളെ ഓത്ത് മാലിക് യൗമിദ്ദീൻ എന്നാണ്. നിങ്ങള് മക്കത്തോ അല്ലെങ്കിൽ വിദേശത്തോ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മലിക് യൗമിദ്ദീൻ എന്നുള്ള ഓത്തും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ഖിറാഅത്ത് അവിടെ ഉണ്ട്. നമ്മളെ ഓത്ത് എന്താണ്? മാലിക് യൗമിദ്ദീൻ എന്നാണ് കേട്ടോ. രണ്ട് ശരിയാണ്. 7 ഖിറാഅത്ത് ഉണ്ട്. 7 ഖിറാഅത്ത് അനുസരിച്ചും ഓത്ത് ശരിയാണ്. നമ്മളെ ഫിഖ്ഹില് നമ്മൾ പറയുമ്പോൾ പറയില്ലേ 4 മദ്ഹബ് ഉണ്ടെന്ന്. 4 മദ്ഹബില് ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. അതുപോലെയാണെങ്കിൽ ഓത്തിൽ 7 ഖിറാഅത്തും ഉണ്ട്, ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഓരോന്നും അവിടുന്ന് ഇവിടുന്നായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഓക്കെ, അത് 4 മദ്ഹബിലും അങ്ങനെയാണല്ലോ. തോന്നുന്ന പോലെ മദ്ഹബ് മാറാൻ പറ്റൂല. ഒരു വിഷയത്തിന് നിസ്കാരത്തിൽ റുക്കൂ ഒരു വിഷയത്തിലും ഒരേപോലെ, സുജൂദ് വേറൊരു ഇമാമിനെ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് അപ്പൊ നമ്മൾ ആരെയും ഫോളോ ചെയ്യുന്നില്ല യഥാർത്ഥത്തില്. പക്ഷെ ഒരു വിഷയത്തില് വേറൊരു മദ്ഹബില് എന്താ പറയാ യോജിക്കാവുന്ന എല്ലാ മദ്ഹബിലും യോജിക്കാവുന്ന മദ്ഹബുകൾ തന്നെയാണ് ഈ 4 മദ്ഹബും. പിന്നെ അതിനനുസരിച്ച് ഉസ്താദുമാര് ഫത്വ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ അഭിപ്രായങ്ങളിലൊക്കെ കാലത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സ്വീകരിക്കാൻ പറ്റും. ഫിഖ്ഹ് അത്രത്തോളം വിശാലമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫിഖ്ഹിന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുമായിരിക്കും. ഈ ഫത്തുൽ മുഈനൊക്കെ ഓതുമ്പോൾ, ഖുലാസയാണല്ലോ ഫിഖ്ഹിൽ ഓതുക. ഫത്തുൽ മുഈനൊക്കെ ഓതുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ലെവലിലേക്കുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ മദ്ഹബിൽ ഇങ്ങനെയാണ്, വേറൊരു മദ്ഹബും അവിടെ ചർച്ച ചെയ്യും. അത് എന്തിനാണ്? ആൾക്കാർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയാണ്. എല്ലാതും അങ്ങനെ കണ്ണടച്ച് ഫോളോ ചെയ്യല്ല വേണ്ടത്. ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം ശരിയാണ്, 4 ശരിയാണെന്ന് പറഞ്ഞാൽ 4 ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൽ ഫിഖ്ഹിൽ എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ ഇവിടെ മാലിക്കി മാലിക്കി ഉണ്ട്, മലിക്കി ഉണ്ട്. അത് പറഞ്ഞപ്പോ നമ്മൾ സൂചിപ്പിച്ചാണ്. ഓ അതെ അതെ, മിൽക്കുള്ള ആള്, ഉടമസ്ഥൻ. മാലിക് മാലിക് എന്നാകുമ്പോഴോ മാനാവ് മാലിക്കുൽ അംരി കുല്ലിഹി, എല്ലാ കാര്യങ്ങളുടെയും രക്ഷിതാവ്. ഏകദേശം സെയിം അർത്ഥം തന്നെ. കുല്ലുഹു ഫി യൗമിൽ ഖിയാമ, യൗമുൽ ഖിയാമത്തില് എല്ലാ അമ്രിന്റെയും കാര്യങ്ങളുടെയും ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു ആണ്. ഓക്കെ, മൗസൂഫും ബിദാലിക ദായിമൻ കഗാഫിരി ദംബി. സ്ക്രീനിൽ കാണുന്നില്ലേ? ഓക്കെ, ശരി ശരി. റേഞ്ച് പോയപ്പോ കട്ടായതാണ്. ഇപ്പൊ ക്ലിയർ അല്ലേ? സഫൗകു സിഫത്തല്ലി മാരിഫത്തിൻ. പിന്നെ അടുത്തതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത്. എന്നിട്ട് അപ്പൊ പടച്ചവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ ആണ്.
റഹ്മാൻ റഹീമുമാണ്, മാലിക് യൗമിദ്ദീനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം, അപ്പൊ അങ്ങനെയുള്ള റബ്ബിനാണ് സർവ്വസ്തുതികളും എന്ന് പറഞ്ഞതിന് ശേഷം പടച്ചവന് ഡയറക്റ്റ് സംഭാഷണം നടത്തുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ഇയ്യാക്ക നഅ്ബുദു, റബ്ബേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക്ക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? നഹുസ്സുക ബിൽ ഇബാദത്തി മിൻ തൗഹീദിൻ വഗൈരിഹി വനത്ലുബുൽ മഊനത അലൽ ഇബാദത്തി വഗൈരിഹാ. ഓക്കെ, അപ്പൊ അതാണ് ഇബാദത്ത് കൊണ്ട് എന്താക്കുന്നു? നിന്നെ മാത്രം പ്രത്യേകമാക്കുന്നു. അല്ലാഹു തആലക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാഹു തആലക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയമാണല്ലോ. ഓക്കെ, നഖുസ്സുക ബിൽ ഇബാദത്തി, ഇബാദത്ത് കൊണ്ട് പടച്ചവനെ പ്രത്യേകമാക്കുന്നു. മിൻ തൗഹീദി വഗൈരി, തൗഹീദ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. മറ്റു മതങ്ങൾക്കൊന്നും ഇല്ലാത്തതും അതാണ്. തൗഹീദും വഗൈരിഹി വനത്ലുബുൽ മഊനത, പിന്നെ സഹായം തേടുന്നു. അല്ലെങ്കിൽ ഇബാദത്തി വഗൈരിഹ, ഇബാദത്തിന്റെ വിഷയത്തിലായാലും ബാക്കി എല്ലാ വിഷയത്തിലായാലും പടച്ചവനോട് എന്ത് തേടുന്നു? സഹായം തേടുന്നു. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പടച്ചവനെ പറ്റിയുള്ള ആദ്യത്തെ വിശേഷണങ്ങളിൽ നിന്ന് എന്തായി നേരിട്ടുള്ളൊരു സംഭാഷണത്തിലേക്ക് ഫാത്തിഹയിൽ കടക്കാം. ഇനി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നമ്മുടെ വിശ്വാസം, അഹ്ലുസുന്നയുടെ വിശ്വാസം ശരിക്കും എന്താണ്? ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് തന്നെയാണ് എന്നതാണ്. അള്ളാഹു അല്ലാത്തൊരു ആരാധന അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പോ നമ്മള് സിയാറത്ത് ചെയ്യുന്നതോ മഹാന്മാരുടെ അടുത്ത് പോകുന്നതോ അവരുടെ മൗലിദ് ഓതുന്നതോ അതൊന്നും ശരിക്കും ഇവർക്കുള്ള ഇബാദത്തല്ല, ഈ സൃഷ്ടികൾക്കുള്ള ഇബാദത്തല്ല. അതൊക്കെ പടച്ചവനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പറയേണ്ടത് എന്താണ്? അവരെ പറ്റിയുള്ള, നല്ല മനുഷ്യന്മാരെ പറ്റിയുള്ള പദ്യങ്ങളും ഹദീസുകളാണ്, ദിക്റുകൾ, അദ്കാറുകളാണ്, ദുആ ആണ്. ഇതൊക്കെ ശരിക്കും പടച്ചവനോട് തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ഈ മഹത്തുക്കളായ ആൾക്കാരോടുള്ള അടുപ്പം കൊണ്ട് നമ്മൾ പടച്ചവനിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം. അപ്പൊ അവിടെ ഫാത്തിഹയുടെ യഥാർത്ഥ അർത്ഥം തന്നെയാണ് അഹ്ലു സുന്നത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനോടാണ് സഹായം ചോദിക്കുന്നത്, പടച്ചവനോടാണ് ആരാധിക്കുന്നതും. പിന്നെ പറയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ വഴി, അതിലേക്ക് ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണേ? ഹിദായത്ത് നൽകണേ റബ്ബേ എന്ന് പറയാണ്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ എന്താ? അർഷദന ഇലൈഹി, നേരായ മാർഗത്തിലേക്ക്. സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിക്കാണ് എന്ത്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാം, നേരായ തെറ്റാത്ത വഴി. അപ്പൊ അതിലേക്ക് ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഇനി ഈ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നതിന്റെ വിശേഷനാണ് പിന്നെ പറയുന്നത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, എന്താണ് സിറാത്തുൽ മുസ്തഖീം? അത് ഒരു വഴിയാണ്. സിറാത്തുല്ലദീന, കുറച്ച് ആൾക്കാരുടെ വഴിയാണ്. എങ്ങനത്തെ ആൾക്കാരാണ്? അൻഅംത അലൈഹിം, അല്ലാഹു തആല നീ എന്തായിട്ടുണ്ട്? അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ബിൽ ഹിദായത്തി, ഹിദായത്ത് കൊണ്ട്. ഹിദായത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നത്? അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിദായത്ത് ഉള്ളവരുടെ സന്മാർഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അപ്പൊ അതുള്ളവരുടെ വഴിയാണ്, ആ വഴിയിലേക്ക് ഞങ്ങളെയും കൂട്ടിച്ചേർക്കണേ എന്നാണ് ഫാത്തിഹയിലെ ദുആന്റെ അർത്ഥം. ഇതിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആ സിറാത്ത് ഏതാണ്? റബ്ബേ, അത് റബ്ബ് അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ഹിദായത്ത് കൊടുത്ത് പഠിച്ചവൻ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തിൽ കിട്ടാവുന്നത്. അപ്പോ ഹിദായത്ത് അല്ല, അതിലുള്ള
അത് നമുക്ക് പറയാം. അപ്പൊ അതിലുള്ള കൂടുതലാണ്. മീൻസ് ഇതൊക്കെ ഇത് പടച്ചോൻ തന്നെ പറയുന്ന വാക്കുകളാണ്. ഓക്കെ, മുത്തുനബിയുടെ ജീവിതത്തിലും കാണാൻ പറ്റും. ഈമാൻ വർദ്ധിപ്പിച്ചു തരിക എന്നുള്ളത് ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അപ്പൊ അതില് കൂടുതലും കുറയലും ഉണ്ടാവും. അള്ളാഹുവിനെ അടുത്തറിയുന്ന ആൾക്കാരുണ്ട്, ഓരോ ഈമാൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ആ വഴിയിലുള്ള പെർഫെക്ഷനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, റബ്ബ് ഹിദായത്ത് നൽകിയവരുടെ വഴി. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഈ ജീവിതത്തെ കുറിച്ച്. നമ്മളിപ്പോ ഒമാ തുദ്രി നഫ്സും മാതാ തക്സിബു ഗദാ, ഖുർആൻ തന്നെ പറയണ്ടല്ലോ, ഒമാ തുദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്. നിങ്ങളെ നാളെ എന്താണ് സംഭവിക്കുക എന്നോ ഏത് ഭൂമിയിൽ മരിക്കുക എന്നോ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഒരു മനുഷ്യനും അറിയുന്നില്ല, പറയുന്നില്ല. ഇപ്പൊ സയൻസിന്റെ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചും എന്ത് ചെയ്യുന്നില്ല, എന്ന് മരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഊഹങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. 24 മണിക്കൂറേ ജീവൻ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അതിലേറെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അത്ര ആയുസ് പറഞ്ഞവർ അതിന് മുമ്പ് മരിക്കുന്നുണ്ട്. ഈ നാളെന്താ വരാൻ പോവാന്ന് അതും എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും മനുഷ്യന്മാർക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ടുകൂടിയാണ്, ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടുകൂടിയാണ് പല നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കാം. നാളെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അധ്വാനിക്കണ്ട്, നിങ്ങള് ഒരാഴ്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളെ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിധി കിട്ടുമെന്ന്, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നാളെ എന്താ വരാൻ പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു അൺഎൻഡിങ് പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ, എന്ത് സംഭവിക്കുക എന്നുള്ള സംഭവം. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലും ആ ഒരു പേടിയിലും ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരുമ്പോൾ യഥാർത്ഥ പാത, അപ്പൊ അതിൽ ചേർത്ത് നിർത്തണേ എന്നാണ് ഈ ദുആ. അതിലേക്ക് ഹിദായത്താക്കണേ. അപ്പൊ ഒരർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ മുത്തുനബിയൊക്കെ ജീവിച്ച് കാണിച്ച, സ്വഹാബത്തൊക്കെ ജീവിച്ച് കാണിച്ച അതേ രീതിയിൽ നാളെ അല്ലാഹു തആല ഹിദായത്ത് നൽകി അതേ രീതിയിൽ ഞങ്ങളെയും ഹിദായത്താക്കണേ എന്നാക്കണം. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നമ്മൾ നല്ല മാർഗത്തിലാണോന്ന്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പടച്ചോൻ സ്വീകരിച്ചോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു പടച്ചോൻ സ്വീകരിക്കണം എന്നുള്ള ഒറ്റ നിയത്തോടു കൂടെയും അതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളോട് കൂടിയാണ് സംഭവങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ അമലുകളും ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഭാഗം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ദുആയിലൂടെ നമ്മള് പടച്ചവനോട് ചോദിക്കുന്നത്, നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഹിദായത്ത് നൽകിയവരുടെ വഴിയിലേക്ക് ചേർക്കണേ. അല്ലദീന ബിസിലത്തി ഗൈരിൽ മഗ്ദൂബി. എന്നിട്ട് അവരെ പറ്റി പിന്നെയും പറയാണ്, സിറാത്തുൽ മുസ്തഖീം നേരായ വഴിയിലുള്ള ആൾക്കാർ അവരെന്ന് അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ അല്ലദീന ബിസിലത്തി ഗൈരിൽ മഗ്ദൂബി അലൈഹിം, പിന്നെ എന്താണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അവര് അല്ലാഹു തആല ദേഷ്യം പിടിക്കാത്ത ആൾക്കാരാണ്. അല്ലാഹു തആല അവരെ തൊട്ട് ദേഷ്യം പിടിച്ചിട്ടില്ല. വഹുമുൽ യഹൂദ്. അപ്പൊ ദേഷ്യം പിടിച്ച ആൾക്കാരുണ്ട് പഠിച്ചാൻ, അതാരാണ്? യഹൂദികളാണ്, ജൂതന്മാരാണ്. ഓക്കെ, ഈ ജൂതന്മാർ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. മൂസാ നബിയുടെ കാലത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും സ്വർഗത്തിൽ നിന്ന് ആവശ്യമുള്ളത് ഇറക്കി കൊടുക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അതിനൊന്നും നന്ദി കാണിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു തആല അവരുടെ മേലിൽ എന്ത് ചെയ്യും, ദേഷ്യപ്പെടുകയുണ്ടായി. ദേഷ്യം, പടച്ചവന്റെ ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാള് രക്ഷപ്പെടൂല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അപ്പൊ അല്ലാഹു തആല ദേഷ്യപ്പെടാത്ത എന്ന് പറയുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്തെന്നു, പടച്ചവൻ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ആ സിറാത്തുൽ മുസ്തഖീമിലെ ആൾക്കാർ. ഓക്കെ, വലദ്ദാല്ലീൻ, പിന്നെ അവരെന്തുമല്ല, വലദ്ദാല്ലീൻ, അവർ പിഴച്ചു പോയവരല്ല. അതാരാണ്? ഹുമുൻ നസ്വാറ, ഈ ക്രിസ്ത്യാനികളാണ്.
ഓക്കെ, അവര് ക്രിസ്ത്യാനികളാണ്, അവർ പിഴച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമുദായത്തിലല്ലാത്ത സിറാത്തുൽ മുസ്തഖീമായ നേരായ വഴിയിൽ ഞങ്ങളെ ആക്കി തരണേ എന്നാണ് ഫാത്തിഹയുടെ 2ാം ഭാഗത്തിന്റെ അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ദ്വാരക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അവസാന ബദലി ലാസ്റ്റ് ഇങ്ങനെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പോയിന്റ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താ? നുക്തത്തുൽ ബദലി ഇഫാദത്ത് അന്നൽ മുഹ്തദീന ലൈസു യഹൂദൻ വല നസാറ. മറ്റുള്ളവരല്ല വിജയിച്ചവര്, എല്ലാ മതക്കാരും അതിന് ശരിയാണ് എന്ന വാദം തെറ്റാണ്. അത് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ യഹൂദികളും ജൂതന്മാരും ക്രിസ്ത്യാനികളും അവര് യഥാർത്ഥ മാർഗത്തിലല്ല. അല്ലാഹു തആല അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല. അതിനൊരുപാട് ചരിത്രത്തിലുള്ള തെളിവുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ട, ഇവര് പറയുന്ന, ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ പറയുന്നതല്ല, മൂസാ നബി ഉണ്ട്, ഈസാ നബി ഉണ്ട്, അവർക്ക് വേദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ വിശ്വാസം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ പിന്നീട് നബിതങ്ങളുടെ വരവോട് കൂടെ അവരെന്ത് ചെയ്യാം, അപ്രസക്തമായി. അപ്പൊ ഈ കാലത്ത്, പുതിയ കാലത്ത് ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം ഒരു ആദനബി മുതൽ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും വന്നത് അതിനെ ശക്തിപ്പെടുത്താനായിരുന്നു. ഓക്കെ, അപ്പോ ഈ ചില പുതിയൊരു തിയറികളൊക്കെ വരാറുണ്ട്. എല്ലാ മതത്തിലും എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നന്മയുണ്ട്, എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പൊ അത് അപകടകരമായ ഒരു വാദമാണ്. പോളിറ്റിക്സ് എന്നൊക്കെ പറയാൻ പറ്റും. എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാം മറ്റേ ഒരു നദിയിലേക്കാണ് ഒഴുകി ചെല്ലുന്നത് എന്നതുപോലെ. അത് ശരിയല്ല. ഇസ്ലാം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള മതം. പക്ഷേ എന്ന് വെച്ച് ഒരു ഹിന്ദു ആയിരിക്കണ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റൂല എന്നില്ല. അയാള് ഇപ്പൊ അമേരിക്കക്കാര് ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരുപാട് ഗുണങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇപ്പൊ ഒരു മുസ്ലിമായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫാസിക്കായിട്ട് വേണ്ടാത്തതൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടാവും. പക്ഷെ മറ്റാൾ എന്ത് ചെയ്യുന്നു, നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ടാവും, പക്ഷെ അയാൾ മുസ്ലിം അല്ല. എന്നാൽ തന്നെ അവർ മാറ്റമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള വിശ്വാസമാണ്. എന്നാൽ അപ്പൊ നമ്മള് ഇങ്ങനെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതോട് കൂടെ തന്നെ മറ്റൊന്നും വിശ്വസിക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ ഭൗതികമായ ഇൽമുകൾക്കൊക്കെ നമ്മൾ എതിരാവണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ പഴയ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജിലൊക്കെ നടന്നില്ലേ? പണ്ഡിതന്മാരൊക്കെ എന്തായിരുന്നു, അസ്ഹൽ ഇമാമൊക്കെ പോലുള്ള പല പണ്ഡിതന്മാർ ഒരു മാക്സിമം അറിവ് എത്രത്തോളം എല്ലാ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ അത് കരസ്ഥമാക്കി അത് പഠനം നടത്തി പിന്നെ അതിനനുസരിച്ചുള്ള അപ്ഡേഷന് അതും കൂടി അവരുടെ കിതാബുകളിൽ, അവരുടെ തഫ്സീറുകളിലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ചേർത്തിക്കൊണ്ടാണ് എന്ത് അവർ ഇസ്ലാമിന്റെ ആശയങ്ങളോട് പ്രചരിപ്പിക്കുകയും അതിനെ അതത് കാലത്തേക്ക് വേണ്ടിയിട്ട് എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ എല്ലാ മതങ്ങളും ശരിയാണെന്ന് പറഞ്ഞത് ശരിയല്ല. പക്ഷെ മതമില്ലാത്ത ആൾക്കാരിലും അല്ലാത്ത ആൾക്കാരിലൊക്കെ നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. അത് സ്വീകരിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മുടെ മതം എന്ന അടിസ്ഥാനപരമായ ആശയം ഒരിക്കലും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ യഥാർത്ഥത്തിൽ മുഅ്മിനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിന്റെ വിഷയം പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നബിയെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊന്നുമില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അത് വളരെ സക്സസ്ഫുൾ ആയ ജീവിതമായിരിക്കും. അല്ലേ? ഉസ്വത്തുൻ ഹസന, നല്ല ചര്യ എന്നാണ് ഖുർആന് നബിതങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോ നോക്കാം, നമുക്ക് മോഡേൺ മെഡിസിൻ ആണെങ്കിലും ഒക്കെ പറയണത് അതുപോലെ തന്നെയാണ്. നബിതങ്ങളെ ജീവിതത്തിലുള്ള ഒരു നെഗറ്റീവ് ആർക്കും കണ്ടെത്താൻ പറ്റില്ല. ഒരുപാട് പോസിറ്റീവുകളുണ്ട്. ആ പോസിറ്റീവുകൾ അതൊക്കെ ആധുനിക ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ സയന്റിഫിക് റീസൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ കിടക്കണം എന്നും
പ്രോപ്പറായിട്ട് ഉറക്കം വേണമെന്നും ഭക്ഷണം അമിതമായി കഴിക്കരുതെന്നും എങ്ങനെ കഴിക്കണമെന്നും ഇതൊക്കെ നബി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ജീവിച്ചതായിരിക്കാം. ഒക്കെ പടച്ചോന് അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുറാനെ പരിചയപ്പെടുത്തിയ പോലെ ഉസ്വത്തുൻ ഹസന, ഒരു പരിപൂർണമായൊരു ചര്യ, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ പരിപൂർണമായ ചിത്രം എന്ത് ചെയ്യുന്നുണ്ട് മുത്തുനബിയുടെ ജീവിതത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ എല്ലാം ശരിയാണെന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങൾ, അതിന് ഏത് ഇസ്ലാമിക വിരുദ്ധം പറഞ്ഞാലും ആ ഇൽമ നമുക്ക് എടുക്കാൻ പറ്റും, അത് അവർക്കെതിരെ തന്നെ പ്രയോഗിക്കാനും പറ്റണം. നമ്മുടെ ലക്ഷ്യം മാറിപ്പോരുത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇലൈഹിൽ മർജി വൽ മആബ്, അള്ളാഹുവിലേക്കാണ് മടക്കം. സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാത്തിഹ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ഈ ഫാത്തിഹ ഓതുമ്പോഴൊക്കെ ഓൾറെഡി അറിയുന്നതായിരിക്കും, ഒരു വാക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാത്തതായിട്ടുണ്ടാവരുത്. ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് പതുക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തൊക്കെ അത്തരം ഡിസ്കഷൻസ് കൂടി ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ ഫാത്തിഹ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് ഭാഗമാണ് ഫാത്തിഹയ്ക്കുള്ളത്. ബിസ്മി കൊണ്ട് തുടങ്ങി പിന്നെ അള്ളാഹുവിനെ പറ്റി ഉള്ള വിശേഷണങ്ങൾ, 3-4 പേരുകൾ, വിശേഷണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവായിട്ടുള്ള നേരിട്ടുള്ള മുനാജാത്തിലേക്ക് എത്തി. എന്നിട്ട് സിറാത്തുൽ മുസ്തഖീമിൽ ആക്കാൻ വേണ്ടി ദുആയിരുന്നു. എന്നിട്ട് സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നുള്ള നേരായ വഴി ആരതാണ് എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വിശദീകരണം നടത്തി. അപ്പോൾ എല്ലാ ദിവസവും നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന വളരെ പുണ്യമേറിയ ഫാത്തിഹത്തുൽ കിതാബാണ്, ഉമ്മുൽ കിതാബാണ് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ അർത്ഥങ്ങളാണ് വിശദീകരിച്ചത്. ഇതിന് തന്നെ മണിക്കൂറുകളോളം ഇതിനെപ്പറ്റി, ദിവസങ്ങളോളം മാസങ്ങളോളൊക്കെ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരുണ്ടാവും. പണ്ട് പാതിര പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതില് ഇത്തരം വിഷയങ്ങൾ, ഒരു സൂറത്ത് തന്നെ കുറേ ദിവസങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതില് ഫാത്തിഹ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓതി നോക്കുമ്പോ എന്ത് ചെയ്യുന്നത്, നിങ്ങള് അർത്ഥങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കി. ഓക്കെ, അർത്ഥം മനസ്സിലാക്കി നോക്കി. ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അറിയിക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ ഫാത്തിഹ? ഹലോ, ആരുല്ലേ? ഓക്കെ, ഇത് സ്പീഡ് ആക്കണോ സ്ലോ ആക്കണോ, എന്താണ് നിങ്ങളെ അഭിപ്രായം? സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിലും ഒക്കെ അറിയിക്കണം കേട്ടോ. ഇതാ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൻ നാസ് ആണ്, മക്കിയ മദനിയ, 6 ആയാത്ത്. അപ്പൊ ഈ മക്കിയ മദനിയ എന്ന് പറഞ്ഞ സംഭവം അറിയോ? കഴിഞ്ഞ ക്ലാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? മക്കയിലായിരുന്നപ്പോ ഇറങ്ങിയതാണ് മക്കിയ, മദീനയിലായിരുന്നപ്പോ ഇറങ്ങിയതാണ് മദനിയ. അപ്പൊ അതില് രണ്ട് സൂറത്തുകളിലൊക്കെ എന്ത് ചെയ്യും, കണ്ടന്റിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിട്ടാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. ചിലപ്പോ ഒരു സൂറത്തിനെ പറ്റി മക്കിയായ സൂറത്തിൽ തന്നെ മദനിയായ ആയത്തുകളൊക്കെ ഉണ്ടാവാൻ പറ്റും. അപ്പോ ഓരോ സാഹചര്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങി പൂർത്തീകരിച്ചത്. അത് 666 പേജുകളല്ലേ ഉള്ളൂ, 600 സംതിങ് പേജുകളേ ഉള്ളൂ. അപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താ, ഓരോ കാലഘട്ടത്തിന്, ഓരോ സമയത്തിന്, സാഹചര്യത്തിനും അനുസരിച്ചാണ് ഓരോ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. പിന്നെ ആ പുസ്തകമാണ് ഒരുമിച്ച് ചെയ്തതുമാണ്. അപ്പൊ അത് പടച്ചോൻ ഇറക്കിയതാണ് എന്ന് ഇപ്പൊ തന്നെ മനസ്സിലാവും. കാരണം മുമ്പ് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ
സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. അവ മക്കിയ മദനിയ ചിത്തായാത്ത്. ഇത് മക്കിയാണോ മദനിയാണോ എന്നതിൽ സംശയമുണ്ട്. രണ്ട് പറഞ്ഞവരും ഉണ്ടായിരിക്കും. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബായ, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. രക്ഷിതാവിന്റെ ഇവിടെ ഉദ്ദേശാർത്ഥം എന്താ? ഹാലിക്കിഹിം വ മാലിക്കിഹിം, അവരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? പ്രകൃതിയിലും അല്ലാത്തതൊക്കെ ആയിട്ട് നമ്മളെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത്. ഹാലിക്കിഹിം വ മാലിക്കിഹിം, ജനങ്ങളുടെ ഹാലിക്കും മാലിക്കുമായ റബ്ബ്. ആ റബ്ബിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? കാവൽ ചോദിക്കുന്നു. ഓക്കെ, റബ്ബിന്നാസ്, മലിക്കിന്നാസ്. റബ്ബിന്നാസിന്റെ മലിക്കിന്നാസ് ഉണ്ട്. അതാണ് എന്ത്? രണ്ട് ഇത്, ജനങ്ങളുടെ രക്ഷിതാവായ റബ്ബായ, മലിക്കിന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു. ഇലാഹിന്നാസ്, അപ്പൊ അതിനു മുമ്പ് പറയാനുള്ളത് ഈ മുഅവ്വിദത്തൈൻ കേട്ടിട്ടുണ്ടോ? മുഅവ്വിദത്തൈൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? യെസ്, വലക്കും നാസ്. ഇതിന്റെ വലിയ പ്രത്യേകത എന്താണ് ഈ രണ്ട് സൂറത്തിന്റെ? കാവൽ ചോദിക്കുന്ന രണ്ടായത്തുകളാണ്, രണ്ട് സൂറത്തുകളാണ്. ഈ സിഹർ ഉണ്ടായ സമയത്ത് നബിക്ക് ഇറങ്ങിയ ആയത്തുകളാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതിൽ കാവൽ ചോദിക്കാണ് പഠിച്ചവനോട്. ഇത് നോർമലി നമ്മൾ മഞ്ചരിച്ച് ഓതുമ്പോഴും ഒക്കെ ഓതുന്ന സുഹൃത്തുക്കളാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചവനോട് കാവൽ ചോദിക്കുമ്പോൾ നമ്മൾ ഓതുന്ന ആയത്തുകളാണ്. ഫസ്റ്റ് ആണ് എന്ത്? ഖുൽ റബ്ബിന്നാസ് മലിക്കിന്നാസ്. റബ്ബിന്നാസ് ജനങ്ങളുടെ പരിപാലിക്കുന്ന റബ്ബ്, മലിക്കിന്നാസ് ഉടമസ്ഥനായ റബ്ബ്. ഇനി അടുത്താണ് എന്ത്? ഇലാഹിന്നാസ് ജനങ്ങളുടെ ദൈവമായ, ആരാധനകളുടെ ഉടമസ്ഥനായ റബ്ബ്. മൊത്തത്തിൽ എന്താണ്? ബദലാനിയോ സിഫത്താനോ അത്ഫായ, ഇതൊക്കെ വിശദീകരിച്ച് പറയാണ്. റബ്ബിനെ പറ്റിയുള്ള വിശദീകരണം എന്ത്? റബ്ബിന്നാസ്, മലിക്കിന്നാസ് എന്നുള്ളതും ഇലാഹിന്നാസ് എന്നുള്ളതും രക്ഷിതാവിന്റെ വ്യത്യസ്ത തലത്തിലുള്ള അർത്ഥങ്ങളെ പറ്റി എന്താണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ എല്ലായിടത്തും റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എങ്ങനെ പറഞ്ഞത്? മുദാഫിലി കൂട്ടിയത് എന്തിനാണ്? വ്യക്തത, കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് കാവൽ ചോദിക്കുന്നത് എന്തിനാ? മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസിൽ എന്താണ്? വസ്വാസ് എന്ന് എന്താ പറയാ? വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ആ ഒരു രോഗമാണ്. ഇപ്പൊ സൈക്കോളജിയിൽ വേറൊക്കെ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും, പല പല ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഷെയ്ത്താനാണ് ഈ വസ്വാസ് ഉണ്ടാക്കുന്നത്. ഷെയ്ത്താന്റെ വസ്വാസിൽ നിന്ന് എന്ത് ചെയ്യണേ? നീ കാവൽ ചോദിക്കണേ എന്നാണ് പറഞ്ഞത്. വസ്വാസിൽ ഖന്നാസായ ഷെയ്ത്താൻ എന്ന് പറഞ്ഞത്. ഖന്നാസായ ഷെയ്ത്താൻ പറഞ്ഞാല് യതാഖറു അനിൽ ഖൽബി കുല്ലമാ ദുക്കിറല്ലാ, അതിങ്ങനെ കൽബിനെ തൊട്ട് ഇങ്ങനെ ഡിലേ ആക്കും, ഇങ്ങനെ പിന്തിപ്പിക്കും എല്ലാ സാധനങ്ങളും. അതിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റും കൽബിനെ. അല്ലെങ്കിൽ ദുന്യാവിന്റെ ഹലോ
അതെ അതെ. കഴിഞ്ഞില്ലല്ലോ. ഇതിലെവിടെ? നിങ്ങൾ ചോദിച്ചു എന്തിന്റെ? എവിടെ ഇഫാദത്ത്? ഫാത്തിഹ സൂറത്തിലല്ലേ, ഈ തഫ്സീറിലായിരിക്കും അല്ലേ? ആ നിങ്ങള് ചോദിച്ചത് കേട്ടില്ലല്ലോ. ചിലപ്പോ മ- മൈ ആഹാ. ഇതിപ്പോ നോക്കാം. ഉം. മുന്നേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ട് ചോദിച്ചോട്ടോ ക്ലാസ്സിൽ. ഇതിലിപ്പോ എന്താ പറഞ്ഞത്? ഇത് ആ നമ്മൾ അങ്ങനെ തന്നെ പോകുന്നത്. ഇലാഹിന്നാസ് പറഞ്ഞല്ലോ. ബദലാനി സിഫത്താനി അത്ഫ ബയാൻ. ഇപ്പോ ഇതെന്തായിരിക്കും? ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്, അതാണ് അധികം വിശദീകരിക്കാത്തത്. ഇലാഹിന്നാസ് ഇവിടെ റബ്ബിനെ പറ്റിയുള്ള പല വിശേഷണങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടൊക്കെ നാസ് പറഞ്ഞു അല്ലെ? റബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളുടെ ഉടമസ്ഥൻ, ജനങ്ങളുടെ ഇബാദത്തിനൊക്കെ അർഹൻ. അപ്പൊ ഇത് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ നമ്മള് ഇത് പറഞ്ഞു ഹന്നാസ്. ഹന്നാസ് എന്നുള്ള പേര് എന്താണ്? യതാഖറു അനിൽ കൽബി കുല്ലമാ ദുക്കിറല്ലാഹ്. അള്ളാഹു തആലയെ സൂചിപ്പിക്കുന്ന എല്ലാ സാധനത്തിനെ തൊട്ടും ഇതിങ്ങനെ മനഃപൂർവ്വം പിന്തിപ്പിക്കും. അതാണ് ഷെയ്ത്താന്റെ പരിപാടി. അപ്പൊ അങ്ങനത്തെ ഷെയ്ത്താന്റെ വസ്വാസിൽ നിന്ന് എന്ത് ചെയ്യുന്ന കാവൽ ചോദിക്കാനുള്ള സൂറത്താണത്. അപ്പൊ അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്നാണ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. ഈ സുദൂരിൻ നാസ് അല്ലതി ഈ ഷെയ്ത്താനെ പറ്റിയാണ് ഇനി പറയുന്നത്. അല്ലതി യുവസ്വിസു ഫി സുദൂരിൻ നാസ്. ഈ ഷെയ്ത്താന്റെ പരിപാടി എന്താ? അവനിങ്ങനെ ജനങ്ങളുടെ സ്വദറിൽ ഇങ്ങനെ, സ്വദർ എന്ന് ഉദ്ദേശിച്ചത് കൽബിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. കുലൂബുഹും ഇതാ ഗഫലു അൻ ദിക്രില്ലാഹ്. അപ്പൊ ദിക്ർ, അള്ളാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാത്ത അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത കൽബുണ്ടാവുമ്പോ എന്ത് ചെയ്യും? അശ്രദ്ധമായ കൽബുണ്ടാവുമ്പോ അതിലിങ്ങനെ ശൈത്താൻ എന്ത് ചെയ്യുന്നു? കൂടുകൂട്ടുന്നു. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുന്നു. ആണ് യുവസ്വിസ് ഫി സുദൂരിന്നാസ്. അങ്ങനത്തെ ശൈത്താനിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഓക്കെ. മിനൽ ജിന്നത്തി വന്നാസ്. ഇത് ലാസ്റ്റ്, ഇതിന്റെ അവസാനാണ് എന്ത് പറയണു? മിനൽ ജിന്നത്തി വന്നാസ്. ഈ ശൈത്താന്മാര് ജിന്നുകളിലും ഉണ്ട് മനുഷ്യന്മാരിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഏ ബയാനുൽ ഷെയ്ത്താനിൽ മുവസ്വിസി അന്നഹു ജിന്നിയ്യുൻ ഔ ഇൻസിയ്യുൻ. അള്ളാഹു തആല വേറൊരു സൂറത്തിൽ കാണാൻ പറ്റും എന്ത്? ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നുള്ള ശൈത്താന്മാരാണ്. ഐ മിനൽ ജിന്നത്തി ബയാനുൽ ലഹു വന്നാസി അത്ഫുൻ അലൽ വസ്വാസി. ഓക്കെ. അപ്പോ ഇത് ലബീദ് എന്നൊരാളുടെ ഷെർ എന്തായി? അല്ല, ഒരു സിഹർ നബിതങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്ത് ഇറങ്ങുന്നതും. അള്ളാഹു തആല ഇതിൽ പറയാണ്, കുൽ നബിയെ നിങ്ങൾ പറയുക, ഔദു ബി റബ്ബിൻ നാസ് എന്ന് ഇത് പഠിപ്പിച്ചു കൊടുക്കാണ്. നബിയെ നിങ്ങൾ പറയുക, ഔദു ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് തങ്ങൾ പറയുക എന്നാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു തആല ഈ ആയത്ത് ഇറക്കുന്നത്. നബി തങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാണ് കാവൽ ചോദിക്കാനുള്ള. ഓക്കെ. അപ്പൊ ഇത് ലബീദ് എന്നൊരാളുടെ എന്തായി? സിഹർ ഉണ്ടായി, നബി തങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. ആ ഒരു സമയത്താണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഓരോ ആയത്തിനും ഒരു സബബുൻ നുസൂൽ ഉണ്ടാവും. ചിലപ്പോൾ സൂറത്തിന് അല്ലെങ്കിൽ വലിയ സൂറത്തുകളൊക്കെ ആകുമ്പോൾ ചില ആയത്തുകൾക്ക് തന്നെ ഉണ്ടാവും, സബബുൻ നുസൂൽ ഉണ്ടാവും. അത് തഫ്സീർ പഠിക്കുമ്പോൾ നമുക്ക് ആ, നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. സബബുൻ നുസൂൽ എന്ന് പറഞ്ഞാല് സബബുൻ നുസൂൽ എന്ന് പറഞ്ഞാല് ആ അതെ, ഇറങ്ങാനുള്ള കാരണം. പിന്നെ പിന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ
തഫ്സീറുകളില് ഇപ്പൊ ബാവുസ്താദിന്റെ പുതിയ തഫ്സീർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരായത്തും അതിന്റെ മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന തഫ്സീറുകളുണ്ട്. അപ്പൊ അതൊക്കെ വളരെ മനോഹരമാണ്. ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ രണ്ടായത്തുകൾ ഇപ്പൊ ഒരു കഥ കഴിഞ്ഞ് അടുത്ത കഥയിലേക്ക് കടക്കുമ്പോൾ ഇത് തമ്മിൽ വലിയ ബന്ധമില്ലല്ലോ എന്ന് തോന്നും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്നുള്ള കാര്യം കൂടി ചില തഫ്സീറുകളിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി പോകുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അപ്പൊ നമ്മൾ ഫസ്റ്റ് അഭിപ്രായം പറഞ്ഞു, ജനങ്ങളിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഇൻസിലും മനുഷ്യന്മാരിൽ നിന്നുള്ള ശൈത്താന്മാരുടെ എന്ത് വസ്വാസിനെ തൊട്ട് കാൽ ചോദിക്കാണ്. അപ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മനുഷ്യന്മാരുകൾ എങ്ങനെയാണ് ശൈത്താന്മാരുണ്ടാവുക? അവര് നേരിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യുന്നില്ലല്ലോ, കൽബില് പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറയാൻ പറ്റും എന്ത്, ജിന്നുകൾ മാത്രല്ലേ മനുഷ്യന്മാരുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാം, എന്ന് ചോദ്യമുണ്ട്. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറയാൻ പറ്റും, മനുഷ്യന്മാർക്ക് അവർക്ക് പറ്റുന്ന ഫിത്തനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാർ വേറെ മനുഷ്യന്മാരിൽ ചെയ്യുന്നുണ്ട്. സുമ്മ തസിരു വസ്വസത്തുമിനൽ കൽബി, അങ്ങനെ പ്രത്യക്ഷത്തിലുള്ള അവസ്ഥകൾ മാറ്റിയാൽ തന്നെ എന്ത് ചെയ്യും, ആ ഒരു പ്രശ്നം കൽബിലേക്ക് എത്തും. അപ്പൊ ഒരു പ്രശ്നം വേറൊരു പ്രശ്നത്തിലേക്ക് നയിക്കും എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് കൽബില് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അല്ലാഹു അഅലം. ഇപ്പോ സൂറത്തുൽ നാസിനെ നമ്മളെന്തായി വളരെ ചുരുക്കി വിശദീകരിച്ചിട്ടുണ്ട്. ലൗദ് ബി റബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദി യുവസ്വിസു ഫി സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. നമ്മൾ എപ്പോഴും ഓരോ ദിവസം പ്രതി കേൾക്കുന്ന ഓതുന്ന ആയത്താണ്, അല്ല സൂറത്താണ്. ഓക്കെ, അപ്പോ ഇതില് ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നുള്ള ശൈത്താന്മാരുടെ കൽബിനെ വസ്വാസാക്കുന്ന നല്ല കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധ തിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കാവൽ ചോദിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ സിഹർ നബിതങ്ങൾക്ക് ബാധിച്ച സമയത്താണ് ഈ ആയത്തിറങ്ങിയത്, സൂറത്തിറങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മന്ത്രിക്കുമ്പോ നല്ല എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് വേണ്ടി മന്ത്രിക്കുമ്പോ ഒക്കെ നമ്മൾ ഓതുന്ന സൂറത്തുകൾ കൂടിയാണ്. അതിനെന്ത് ചെയ്യുന്ന അങ്ങനെ ഒരു റിസൾട്ട് കൂടി, അങ്ങനെ ഒരു ഫലം കൂടി ഓതുന്നതിലുണ്ട്. പിന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ഇതിന്റെ ഷറയിൽ കാണാൻ പറ്റും, കിടക്കാൻ പോകുന്ന സമയത്ത് നിബിധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ പതിവായിട്ട് ഇത് ഓതുകയും ഇതും ആയത്തുൽ കുർസിയും ആമന റസൂലൊക്കെ ഓതുകയും പിന്നെ കയ്യിൽ ഊതിയിട്ട് മേത്ത് തടവുകയും അങ്ങനെ ശീലിച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ സൂറത്തുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത? ഓക്കെ, അപ്പോ തോന്നുന്നു നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ മുകളിലുള്ള ഫലക്കും ഇഖ്ലാസും കൂടി എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പൊ അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സൂറത്തിന്റെ ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഓ ആ നല്ല വെച്ചാൽ രണ്ടും സുന്നത്താണ്. സുന്നത്താണ് അതിന്റെ വിധി, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ചെയ്താൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ പോലെ. ഇല്ല, അത് രണ്ടും സുന്നത്തായ കാര്യങ്ങളാണ്. പിന്നെ അതില് ഏതാണ് നല്ലതെന്നൊക്കെ ചോദിച്ചാൽ ഈ രണ്ട് നിസ്കാരങ്ങളിൽ ഏതാണ് നല്ലത് ചോദിക്കുന്ന പോലെ പെരുന്നാൾ നിസ്കാരവും ദുഹാ നിസ്കാരമൊക്കെ ഉണ്ടാവില്ലേ.
അതിന് അങ്ങനെ ഞാനിത് നോക്കിയിട്ടില്ല. അങ്ങനെ ചർച്ച ഉണ്ടോന്ന് എനിക്കറിയില്ല. രണ്ടും നല്ല കാര്യങ്ങളാണ്. നീ കുറ്റം പറയാൻ നിൽക്കണ്ട. ഓക്കെ. നമ്മള് നമ്മള് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യില്ല, നമുക്ക് കുറ്റം കിട്ടൂല. പക്ഷെ അത് ദീനിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം കിട്ടും. ഓക്കെ. അതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. നമ്മൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിച്ചില്ല എന്ന കുറ്റാണ് കിട്ടുക. നിസ്കാരം ദീനിലില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു നിസ്കാരത്തിനെ പറ്റി ഒരു നിസ്കാരം അസർ നിസ്കാരം നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ദീനിന്ന് പുറത്തു പോകും. അപ്പൊ അങ്ങനെയാണ്. ഒരു കാര്യം നിഷേധിക്കുന്നത് എന്താണ് കുറച്ചുകൂടി സീരിയസ് ആണ്. ഹലോ ഹലോ. ഓ, ക്ലിയർ അല്ലേ? ഇൻഷാ അള്ളാ, ഇനി ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഹലോ. കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഇല്ല ഇല്ല, തുടക്കത്തിന് ജമാഅത്തിലാവുമ്പോ ജമാഅത്തിലാവുമ്പോ എന്താണ്? ജമാഅത്തിലാവുമ്പോ ഔദ് ഉറക്കെയല്ല, പതുക്കെയാണ് ഓതേണ്ടത്. പക്ഷെ ബിസ്മി അതുപോലെയല്ല. ബിസ്മി എല്ലാ സൂറത്തിലും ഓതണം. ബിസ്മി എല്ലാ സൂറത്തിന്റെ ഭാഗമാണ്. ഓക്കെ. അത് അത് എല്ലാ മദ്ഹബിലും അങ്ങനെയല്ല. ചില മദ്ഹബിൽ ഇപ്പോ ഹംബലി മദ്ഹബിൽ അങ്ങനെ ആവില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മളെ നമ്മളെ മദ്ഹബ് ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല എല്ലായിടത്തും. പിന്നെ അതിലെ ആ ജമാഅത്ത് നടത്തുമ്പോ നമുക്ക് വേറൊരു മദ്ഹബിനെ പിന്തുടരുന്നതിൽ വലിയ പ്രശ്നമില്ല. അത് എങ്ങനെ ആവാതിരുന്നാ മതി. നമ്മളെ വിശ്വാസപ്രകാരം നമ്മളെ മദ്ഹബ് അനുസരിച്ച് വേറൊരു മദ്ഹബിലെ ഇമാമ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ചില മദ്ഹബിൽ എന്ത് ചെയ്യുള്ളൂ, ഇപ്പൊ സ്വന്തം ഭാര്യയെ തൊട്ടാൽ ഒന്നും മുറിയില്ല. അങ്ങനെ ഉണ്ടാവും. അപ്പോ നമ്മൾ അങ്ങനെ കണ്ടാലാണ് പ്രശ്നം. അതായത് ഒരു ഇമാം എന്ത് ചെയ്യുന്നു, ഒന്നു കൊടുക്കുന്നു, എന്നിട്ട് മൂപ്പര ഭാര്യനെ പോയി തൊടുന്നു, എന്നിട്ട് ഇമാം നിൽക്കുന്നു. നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് മൂപ്പരെ ഫോളോ ചെയ്യുന്നു. അത് പ്രശ്നമാണ്. ഉം. പക്ഷെ ഇനി അങ്ങനെയല്ല. അങ്ങനെയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ബിസ്മി ഓതൽ നമ്മള് നിർബന്ധമാണ്. നമുക്ക് നിർബന്ധമാണ്. ചിലർക്ക് നിർബന്ധമാണെന്നില്ല. അപ്പൊ ഓർക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ മതി. ദിക്കറ് ഇഹ്റാം കെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ബിസ്മി ഓതാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഊഹിക്കാലോ. അങ്ങനെ ഫാത്തി ഓതി ഈ ബിസ്മി ഓതിയിട്ടുണ്ടാന്ന് വിചാരിക്കാം. എന്നിട്ട് ഫോളോ ചെയ്താൽ കുഴപ്പമില്ല. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ മസലയാണ്. ഫിഖഹിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇനി പ്രത്യേകിച്ചും ഞാനും അവിടെ ഉള്ളതായതുകൊണ്ട് നമ്മള് ഈ വിഷയത്തിൽ എന്ത് ചെയ്യും, സുന്നി വോയിസിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഞാന് ഗ്രൂപ്പിലേക്ക് അയക്കേ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ. കുറച്ച് മുമ്പ് വന്നിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ അറിയേണ്ട ഒരു വിഷയം കൂടിയാണ്. ആ. അത് മതബിൽ അരിയാണ് കൊടുക്കുന്നത്. ഇനി ഹനഫി മതബിൽ പൈസ കൊടുത്താൽ പറ്റുമെന്ന് അഭിപ്രായമുണ്ട്. ഉം. അപ്പൊ അതനുസരിച്ച് അരി കൊടുക്കുന്നവരുണ്ട്. അത് പിന്നെ അല്ല, ഷാഫി മതം അനുസരിച്ചാണ് നമ്മൾ മാക്സിമം ജീവിക്കാൻ ശ്രമിക്കേണ്ടത്. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ മതത്തില് മാറാവുന്നതും പ്രശ്നമില്ല. പക്ഷെ ഇത് മാറുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞില്ല, ഒരു വിഷയത്തിൽ മാറുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് അത് ഫത്തുൽ മീനിൽ അത് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫത്തുൽ മീനിൽ എന്ത് ചെയ്യുന്നുണ്ട്,
നോമ്പിന്റെ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ പറയണ്ടേ, നോമ്പ് നിയത്ത് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാ മാസം മൊത്തത്തിലേക്ക് നിയത്ത് ചെയ്യൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവുമ്പോ മറ്റ് മദ്ഹബിൽ എന്തുണ്ട്, അങ്ങനെ ഒറ്റ നിയത്ത് മതി, റമദാൻ മാസം തുടക്കത്തിൽ ഒറ്റ നിയത്ത് മതി എന്ന് അഭിപ്രായമുണ്ട് എന്നാണ് അവരുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട അഭിപ്രായം. നമ്മളെ മദ്ഹബിൽ അങ്ങനെയല്ല, ഓരോ ദിവസവും നിയത്ത് ചെയ്യണമെന്നാണ്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് അതനുസരിച്ച് കൂടി നിയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ദിവസം നിയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസത്തെ നോമ്പും കൂടി കിട്ടും മറ്റേ മതം അനുസരിച്ച്. അപ്പൊ അങ്ങനെ അങ്ങനെ നിയത്ത് ചെയ്യുമ്പോ എന്ത് നോക്കണം, ആ ഒരു ദിവസം ഒരു നിയത്ത് ചെയ്യാൻ മറന്ന ദിവസം എന്ത് ചെയ്യണം, ഈ മറ്റേ മദ്ഹബില് നോമ്പ് നോറ്റാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള മതം മാറുമ്പോൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യം മതത്തിനെ പറ്റി അറിയേണ്ടതുണ്ട്. ഓക്കെ, വലിയ ചർച്ചയാണ് ഇൻഷാ അള്ളാ. നമുക്ക് പിന്നെ ഒരു ദിവസം എന്ത് ചെയ്യാം, അതിനായിട്ട് ഇരിക്കാം. ഞാൻ ആ ആർട്ടിക്കിൾ ഒന്ന് നോക്കട്ടെ, ഏതായാലും പ്രവാസി ജീവിതത്തിലുള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും. ഇൻഷാ അള്ളാ. ഓക്കെ, വസല്ലല്ലാഹു അലാ, ഇന്ന് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.